ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം മുതൽ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശു അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞു, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യദൃശ്യ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, ഇനിയും വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ തന്നെ എന്ന് അവൻ യേശുവിനോട് പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. വളരെ പ്രസിദ്ധമായ ഒരു വേദഭാഗമാണിത്. നമുക്കറിയാം, ഇത് നല്ല ശമര്യക്കാരൻ്റെ ഉപമയാണ്, ഒരു സ്റ്റോറിയാണ്, ഒരു പാരബിളാണ്. കർത്താവായ യേശു ക്രിസ്തു പലപ്പോഴും മറ്റുള്ളവർക്ക് അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയത് ഇങ്ങനെയുള്ള ചെറിയ കഥകൾ വെച്ചുകൊണ്ടാണ്. ഈ കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കഥകൾ ഒരു പ്രത്യേക ശൈലിയിലുള്ള കഥകളാണ്. ഈ കഥകൾ അവസാനം വരുമ്പോൾ അതിനൊരു പഞ്ച് ലൈൻ ഉണ്ടാവും. ഇപ്പം നമ്മുടെ ജോക്ക്, ഒരു തമാശ ഒരാൾ പറയുമ്പോൾ അതിന് അവസാനം ഒരു പഞ്ച് ലൈൻ ഉണ്ടാവുന്ന പോലെ ഈ കഥകൾക്കൊരു പഞ്ച് ലൈൻ ഉണ്ടാവും. ആ പഞ്ച് ലൈന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവരും നിശബ്ദരാവുക, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരും ഇതെന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ വരിക. അങ്ങനെയുള്ള രൂപത്തിലാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത്, കർത്താവ് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ അവർക്ക് ഇതെന്താണ്, അല്ലെങ്കിൽ അവർക്കൊരു അതിശയോക്തി തോന്നത്തക്ക രീതിയിലാണ് ആ കഥയുടെ അവസാനം ഉണ്ടാവുക. ഈ കഥകൾക്കൊരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജ് എന്ന് പറയുന്നത് ഈ കഥേൻ്റെ അകത്താണ് നമ്മൾ കാണാൻ ശ്രമിക്കുക. പക്ഷേ കഥേൻ്റെ അകത്തല്ല ആ മെസ്സേജ് ഉണ്ടാവുക. കഥയുടെ ആ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, ചുറ്റുപാട്, അതിലാണ് ഇതിൻ്റെ മെസ്സേജ് ഉണ്ടാവുക, ഇതിൻ്റെ സന്ദേശം ഉണ്ടാവുക. കർത്താവ് ആരോടാണ് സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പാരബിൾ എന്ന് പറയുന്ന ഈ ചെറിയ കഥയുടെ സന്ദേശം ഉണ്ടാവുക. അപ്പോൾ പാരബിൾ എന്ന് പറഞ്ഞാൽ ബിസൈഡ്സ് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ അതിൻ്റെ പോയിന്റ്, അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ആ പാരബിളിനകത്തല്ല ഉണ്ടാവുക, അതിൻ്റെ അടുത്താണ് ഉണ്ടാവുക. അതിൻ്റെ പുറത്താണ്, പക്ഷെ അതിൻ്റെ അടുത്താണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വേണം ഈ പാരബിൾ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ കഥകളുടെ ജനറൽ ആയിട്ടുള്ള ശൈലി എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വരികയാണ്. ആ വ്യക്തിക്ക് അറിയേണ്ടത് അവർ നിത്യജീവൻ അവകാശമാക്കുമോ ഇല്ലയോ എന്നാണ്. അങ്ങനെ ഒരു ചോദ്യമായിട്ടാണ് അവർ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. പക്ഷേ ലൂക്കോസ് ഇത് എഴുതുമ്പോൾ നമ്മോട് പറയാണ്, ഈ വ്യക്തി വാസ്തവത്തിൽ വന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്.
എന്ന് വെച്ചാൽ കർത്താവിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, കർത്താവിൻ്റെ ഉപദേശത്തിലോ കർത്താവിൻ്റെ വാക്കിലോ കർത്താവിൻ്റെ പ്രവൃത്തിയിലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോൾട്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ആ വ്യക്തി വന്നിരിക്കുന്നത് എന്നാണ് ലൂക്കോസ് ഈ വായിക്കുന്ന ആൾക്കാർക്ക് ആദ്യമേ തരുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലൊരു മനുഷ്യനല്ലേ, അയാൾ നിത്യജീവനെ പറ്റിയല്ലേ ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമല്ലേ. പക്ഷെ വാസ്തവത്തിൽ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു കുരുട്ട് ചോദ്യമാണ്. കർത്താവിനെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം അയാൾ ചോദിക്കുന്നത്. അപ്പോൾ യഹൂദന്മാരായിരിക്കുന്ന വ്യക്തികൾ, ഈ വ്യക്തി ഇപ്പം വന്നിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഈ ചോദ്യം ചോദിക്കുന്ന ഈ വ്യക്തി അടക്കം യഹൂദന്മാരായിരിക്കുന്ന വ്യക്തികൾ, അവരെല്ലാവരും വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ ഈ ഒരു ഏജ് നടന്നുകൊണ്ടിരിക്കുക, ഒരു കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടം ഒരിക്കൽ അവസാനിക്കും എന്ന് വെച്ചാൽ ഈ സമയം ഒരിക്കൽ അവസാനിക്കും. അതിനെയാണ് എൻഡ് ഓഫ് ദി ഏജ് എന്ന് പറയാം. ഈ എന്ന് വെച്ചാൽ ലോകാവസാനം എന്ന് പറയുന്ന കാര്യം, ലോകാവസാനത്തിൻ്റെ ആ ദിവസം വന്നു കഴിയുമ്പോൾ ദൈവം മരിച്ചുപോയ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവരെല്ലാവരെയും ദൈവം ന്യായം വിധിക്കും. ആ ന്യായവിധി കഴിയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത ആളുകൾ ആരാണോ, അർഹിക്കുന്ന ആളുകൾ ആരാണോ, ആ വ്യക്തികളൊക്കെ ദൈവത്തിൻ്റെ കൂടെ, കർത്താവിൻ്റെ കൂടെ വാഴും, അവർ ജീവിക്കും. മറ്റുള്ളവരൊക്കെ നശിച്ചു പോകും. അതാണ് യഹൂദന്മാരുടെ അന്ന് യേശുക്രിസ്തു അവരുടെ ഇടയിൽ സംസാരിച്ച് നടക്കുന്ന ആ സമയത്തുണ്ടായിരുന്ന വിശ്വാസം. അപ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ ശേഷം, കർത്താവ് എല്ലാവരും ന്യായം വിധിച്ച ശേഷം ഉണ്ടാകുന്ന ഒരു രാജ്യമുണ്ടല്ലോ, അതിനെയാണ് ഇവർ നിത്യജീവൻ എന്ന് വിളിക്കുന്നത്. ലൈഫ് ഇൻ ദി ഏജ് ടു കം, വരാനിരിക്കുന്ന രാജ്യത്തിലുള്ള ജീവൻ, അതിനെയാണ് അവർ നിത്യജീവൻ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ജീവനൊരു പ്രത്യേകതയുണ്ട്, ആ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ വ്യക്തികൾ പിന്നെ മരിക്കൂല എന്ന് മാത്രമല്ല, അവരുടെ ശരീരത്തിന് രോഗമോ അല്ലെങ്കിൽ ഡീക്കയോ ഒന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ് യഹൂദന്മാരുടെയൊക്കെ ആഗ്രഹം. കർത്താവിൻ്റെ കൂടെ വാഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് യഹൂദന്മാരുടെയൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഈ കാര്യത്തിന് അല്ലെങ്കിൽ ഈ നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി ഏറ്റവും യോജിച്ച ആളുകൾ ആരാന്ന് ചോദിച്ചാൽ പുരുഷന്മാർ. ആ പുരുഷന്മാരുടെ ഇടയിൽ ന്യായപ്രമാണം പഠിക്കുന്നവർ, അത് പഠിച്ച് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവർ, അതാണ് ന്യായശാസ്ത്രിമാർ. ഇനി മറ്റുള്ളവരെ കൊണ്ട് ഈ ന്യായപ്രമാണം അനുസരിപ്പിക്കുന്നവർ, അതാണ് പരീശന്മാർ. ഈ ന്യായപ്രമാണം പഠിച്ച് ഈ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന യഹൂദ പുരുഷൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ വരാനിരിക്കുന്ന രാജ്യത്തിലെ ഒരു സ്ഥാനം ഉറപ്പാണ് എന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ വരാനിരിക്കുന്ന രാജ്യത്തിലെ ആളുകൾ അവരുടെ ഒരു, അല്ലെങ്കിൽ ആ പറയുന്ന ആൾക്കാരുടെ ഒരു ഐഡൻറ്റിറ്റി മാർക്കർ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ള രീതിയിലാണ് അവർ അവരുടെ സിനഗോഗിൽ ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ വികലാംഗരായ ആളുകൾ, സ്ത്രീകൾ, അന്യജാതിക്കാർ, ഇവർക്ക് ആർക്കും അവരുടെ സിനഗോഗിൽ മെമ്പർഷിപ്പ് കിട്ടൂല. കാരണം അവരാരും വരാനിരിക്കുന്ന രാജ്യത്തിൽ കാണില്ല. അപ്പോൾ ആ വരാനിരിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു മിറർ ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിബിംബമായിട്ടാണ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഇവിടെയുള്ള സിനഗോഗിലുള്ള അംഗത്വം ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ ഏറ്റവും ഉയർന്ന ജാതി, അഥവാ തീർച്ചയായും ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ ഒരു സ്ഥാനമുണ്ടാകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ന്യായപ്രമാണം പഠിച്ച ന്യായശാസ്ത്രി. അപ്പോൾ ഈ ന്യായശാസ്ത്രി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു സാധാരണ പുരുഷനുമല്ല. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അവിടെ ന്യായപ്രമാണം പഠിക്കുകയും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള അധികാരം ഉള്ള ഒരു ഉപദേഷ്ടാവായിരിക്കുന്ന എന്ന് മാത്രമല്ല, അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മുടെ ഇവിടെ MLA MP എന്നൊക്കെ പറയുന്ന കാര്യമുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇയാൾക്ക് ഏതായാലും ഉറപ്പല്ലേ നിത്യജീവൻ ഉണ്ടാവുമെന്ന്,
പിന്നെ ഇയാൾ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇയാൾ ചോദിക്കുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ കർത്താവേ എന്ന് പറഞ്ഞവരെ. അപ്പോൾ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഇയാൾ ചോദിക്കുന്ന ആ ചോദ്യത്തിന് കർത്താവ് തിരിച്ച് മറുപടി പറയുന്നത് ഒരു മറു ചോദ്യമായിട്ടാണ്. കർത്താവിൻ്റെ ഒരു ശൈലിയാണത്. ഈ സുവിശേഷങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് സാധിക്കും. കർത്താവിനെ ഇങ്ങോട്ട് വന്ന് അവർ ചോദ്യം ചെയ്യുമ്പം കർത്താവ് അവർക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരമല്ല കൊടുക്കുന്നത്, അവർക്ക് ഒരു മറു ചോദ്യമാണ് കൊടുക്കുന്നത്, ഒരു കൗണ്ടർ ക്വസ്റ്റ്യനാണ് കൊടുക്കുന്നത്. അവർ തന്നെ ഉത്തരം കണ്ടെത്തത്തക്ക രീതിയിൽ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ. കർത്താവിനെ പിന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് കർത്താവ് ഉപയോഗിച്ചത്. അപ്പോൾ കർത്താവ് ഈ വ്യക്തിയോട് ചോദിക്കുകയാണ്, നീ ന്യായപ്രമാണമൊക്കെ പഠിച്ച ആളല്ലേ, മറ്റുള്ളവരെ ന്യായപ്രമാണം ഉപദേശിക്കുന്ന ആളല്ലേ, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് വെച്ചാൽ പല ആൾക്കാർ പല രീതിയിലാണ് ഈ ന്യായപ്രമാണത്തെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. പല ആളുകൾ പല രീതിയിലാണ് ഈ ന്യായപ്രമാണത്തെ വായിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അപ്പം നീ എങ്ങനെയാണ് ഈ ന്യായപ്രമാണത്തെ മനസ്സിലാക്കുന്നത്? ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ പുസ്തകം. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെയാണ് അവർ ന്യായപ്രമാണം എന്ന് വിളിക്കുന്നത്. തൗറാത്ത് എന്ന് പറയുന്ന ആ 5 പുസ്തകങ്ങളെയാണ് അവർ ന്യായപ്രമാണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ന്യായപ്രമാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നിനക്ക് അതിൻ്റെ സാരാംശമായിട്ട് മനസ്സിലായിരിക്കുന്ന കാര്യം എന്താണോ? അപ്പോൾ ആ മനുഷ്യൻ പറയാണ് കർത്താവിനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം, മറ്റേത് കാര്യത്തെക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് ഉത്തരം പറഞ്ഞു. എന്ന് വെച്ചാൽ ആ പഴയ നിയമത്തിലെ ആ ന്യായപ്രമാണത്തിനെ മുഴുവൻ നമ്മൾ ഒരൊറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ അത് ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെ വെച്ചാൽ അയൽക്കാരനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും. എന്നുവെച്ചാൽ വരാനിരിക്കുന്ന ആ രാജ്യത്ത് നീ എന്തായാലും കാണും, അങ്ങനെ നീ ചെയ്യുക. എന്നുവെച്ചാൽ അത് പഠിപ്പിച്ചാൽ പോരാ, ഇതിനെപ്പറ്റി കേട്ടാൽ പോരാ, ഇത് പഠിച്ചാൽ പോരാ, ഇത് ഇൻ്റർപ്രറ്റ് ചെയ്താൽ പോരാ, അങ്ങനെ നീ ജീവിക്കുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നീ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ, എന്നുവെച്ചാൽ ദൈവത്തെ അത്യധികം സ്നേഹിക്കുകയും മറ്റുള്ളവരെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും വരാനിരിക്കുന്ന ആ രാജ്യത്തിൽ നീ ഉണ്ടാവും. പക്ഷെ ഇയാൾക്ക് അതുകൊണ്ട് മതിയായില്ല. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട്, എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ ഓൾറെഡി ഈ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പന ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുക എന്നുള്ളതും മറ്റുള്ളവരെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതും അനുസരിക്കുന്നുണ്ട് എന്ന് കർത്താവിന് ബോധ്യം വരുത്താൻ വേണ്ടി ഇയാൾ ചോദിക്കുകയാണ് കർത്താവിനോട്, എൻ്റെ കൂട്ടുകാരനാർ എന്നുവെച്ചാൽ ഞാൻ സ്നേഹിക്കാത്ത ഏത് യഹൂദനാണ് ഉള്ളത്? ഇവിടെയുള്ള എല്ലാ യഹൂദന്മാരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിക്കാം. അപ്പം കർത്താവ് പറയുമല്ലോ, അപ്പം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നിൻ്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇയാൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഉറപ്പിക്കാം, കർത്താവ് പറയണം നീ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന രാജ്യത്തിൽ കാണുമെന്ന്. പക്ഷെ കർത്താവ് ഇയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെയല്ല ഇയാൾക്ക് മറുപടി തന്നത്. കർത്താവ് മറുപടിയായിട്ട് ഒരു സ്റ്റോറിയാണ് പറഞ്ഞത്. ആ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇന്നും പല ആൾക്കാരും അതിനെ വളരെയധികം അത് ടച്ചിങ് ആണ്. പല ആൾക്കാരും അതിനെ മനസ്സിലാക്കാനായിട്ട് ഞാനും ശ്രമിക്കുന്നു. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ, കർത്താവ് ഒരു മനുഷ്യനെ സങ്കല്പിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്. ആ മനുഷ്യൻ തീർച്ചയായിട്ടും യഹൂദനായിരിക്കും, കാരണം യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് അയാൾ പോവാണ്. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് യഹൂദൻ എന്നാണ്. അതിനൊക്കെ കാരണമുണ്ട്. യഹൂദന്മാർ അവരെ പോലെയുള്ള ആളുകളെയാണ് അവർ മനുഷ്യൻ ആയിട്ട് കൂട്ടുന്നത്, ഒരു വ്യക്തിയായിട്ട് അവർ കണക്കാക്കുന്നത്. അവർക്ക് മാത്രമേ സിറ്റിസൺഷിപ്പ് ഉള്ളൂ. അപ്പം ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോവുകയാണ്. കർത്താവ് ഒരു സ്ത്രീയെ ഉപയോഗിച്ചില്ല, ഒരു വികലാംഗനെ ഉപയോഗിച്ചില്ല. സിനഗോഗിൽ പൂർണ്ണ അംഗത്വം ഇല്ലാത്ത, യഹൂദന്മാരുടെ ആലയത്തിൽ പള്ളിയിൽ പൂർണ്ണ അംഗത്വം ഇല്ലാത്ത
ശിശുക്കളെയോ സ്ത്രീകളെയോ കുഷ്ഠരോഗികളെയോ പാപികളെയോ ഒന്നും കർത്താവ് ഉപയോഗിക്കുന്നില്ല. കർത്താവ് പറയുന്നത് പൂർണ്ണ അംഗത്വമുള്ള ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ആരാണ് നമുക്കറിയില്ല. ഒരു യഹൂദനാണ് എന്ന് നമുക്കറിയാം. അയാൾ യെരുശലേമിൽ നിന്ന്, യെരുശലേം ദൈവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. യെരുശലേം അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്, ദാവീദിൻ്റെ പട്ടണമാണ്, ദൈവം ഇറങ്ങി വന്ന സ്ഥലമാണ്. അത് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട യെരുശലേമിൽ നിന്ന് അയാൾ എങ്ങോട്ടാണ് പോകുന്നത്? യെരിഹോയിലേക്കാണ് പോകുന്നത്. യെരുശലേം ഉയർച്ചയിലാണ്, യെരിഹോ താഴ്വരയിലാണ്. അപ്പോൾ കുന്നിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ഒരു അവസ്ഥയിലായിരിക്കുന്ന, ദൈവത്തോട് വളരെ ക്ലോസ് ആയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കുന്ന, ദൈവം ഇറങ്ങി വന്ന സ്ഥലം, ദൈവത്തോട് അനുഗ്രഹം പ്രാപിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ താഴോട്ടേക്ക് യെരിഹോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ്. യെരിഹോ എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട സ്ഥലമാണ്. താഴ്വര മാത്രമല്ല, അതൊരു ശപിക്കപ്പെട്ട സ്ഥലമാണ്. പഴയ നിയമത്തിൽ അതിന് ഓൾറെഡി പല ശാപങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്രവാചകൻ്റെ അടുക്കലേക്ക് ആളുകൾ ഇവിടുത്തെ വെള്ളം കയ്പാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു സീനുണ്ട് പഴയ നിയമത്തിൽ. അപ്പം പ്രവാചകൻ അവിടുത്തെ ശാപം മാറ്റി കൊടുത്തിട്ട് ആ വെള്ളത്തെ ശുദ്ധീകരിച്ച് കൊടുക്കുന്ന സീനുണ്ട്. അപ്പം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ആ സ്ഥലം യെരിഹോയിലെ വെള്ളം കയ്പായി തീരാനുള്ള കാരണം നേരത്തെ ദൈവം യെരിഹോനെ ശപിച്ചതുകൊണ്ടാണ്. ആ ശാപം ആ പ്രവാചകൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുന്ന സമയത്ത് ആ വെള്ളം നല്ല വെള്ളമായി തീരുന്നു. പക്ഷെ എന്നാലും യഹൂദന്മാരുടെ, ഈ ന്യായപ്രമാണം പഠിച്ചവരുടെ, ന്യായശാസ്ത്രന്മാരുടെ കണ്ണിൽ യെരിഹോ ഇപ്പോഴും ശപിക്കപ്പെട്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ ആ ശപിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഇയാൾ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ച് പോയി. എന്ന് വെച്ചാൽ അവൻ്റെ എല്ലാം കവർന്നെടുത്ത് കൊണ്ടുപോയി അവനെ അടിച്ച് അവനെ മരിക്കാറായി. അങ്ങനെ അർദ്ധപ്രാണനായി അവൻ അവിടെ കിടക്കുമ്പോൾ ആ വഴി 2 പേര് വന്നു. ആ കർത്താവ് എന്തിനാ 2 പേരെ ഉപയോഗിക്കുന്നത്? ഒരാൾ ഉപയോഗിച്ചാൽ പോരെ. കർത്താവിൻ്റെ ഈ ഉപമ പറയുന്ന ശൈലിയിൽ അടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏതെങ്കിലും ഒരു പോയിന്റ് കർത്താവ് എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ, എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചാൽ കർത്താവ് അതിന് 2 ഉദാഹരണങ്ങൾ ഉപയോഗിക്കും. ഇപ്പം നമ്മൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ കാണുന്നുണ്ട്. കാണാതെ പോയവർ തിരിച്ചു വന്നതിനെക്കുറിച്ച്, കാണാതായത് തിരിച്ചു കിട്ടിയതിനെക്കുറിച്ച്. അപ്പോൾ അത് കർത്താവ് ഈ 3 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഒരൊറ്റ കാര്യം തന്നെ വിശദീകരിക്കുന്നത് എന്തിനാണ്? ആ കാണാതെ പോയി തിരിച്ചു കിട്ടി എന്നുള്ള ആ കൺസെപ്റ്റിനെ കർത്താവ് ഉറപ്പിക്കാനായിട്ട്, എംഫസൈസ് ചെയ്യാനായിട്ട്, സ്ട്രെസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം എന്ന് പറയുന്നത് മാതിരി ഇവിടെ ലൂക്കോസ് ഈ കർത്താവ് പറഞ്ഞ ഈ ഉപമ പറയുമ്പോൾ 2 പേര് അതുവഴി കടന്നുപോയി. 2 വേറെ യഹൂദന്മാർ, പള്ളിയിൽ പൂർണ്ണ അംഗത്വമുള്ള, വരാനിരിക്കുന്ന രാജ്യത്തിൽ അംഗത്വമുള്ള, അങ്ങനെയുള്ള 2 പേര് ആ വഴിക്ക് കടന്നുപോയി. പക്ഷെ ആ 2 പേരും ഈ മരിക്കാൻ കിടക്കുന്ന, അർദ്ധപ്രാണനായി കിടക്കുന്ന യഹൂദനായ മനുഷ്യനോട് കരുണ കാണിച്ചില്ല, ദയ കാണിച്ചില്ല. അവരുടെ കൂട്ടുകാരനല്ലേ ഇയാൾ, അയൽക്കാരനല്ലേ ഇയാൾ, ഒരു യഹൂദനല്ലേ ഇയാൾ. ഇയാളോട് ദയ കാണിക്കേണ്ടത് ആ 2 വ്യക്തികളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും കാണിക്കണ്ടേ. പക്ഷെ കർത്താവ് പറയുകയാണ്, ഇങ്ങനെ കിടക്കുന്ന ആളുകളുണ്ട്, പക്ഷേ ആ വ്യക്തികളോട് യഹൂദ സമുദായത്തിലുള്ള പ്രധാനപ്പെട്ട പ്രമാണികളായിരിക്കുന്ന ആരും ദയ കാണിക്കുന്നില്ല. അപ്പൊ കർത്താവ് എന്താ ഇവിടെ പറയാൻ വരുന്നത്? ആ വഴിയായി ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. എന്ന് വെച്ചാൽ പുരോഹിതൻ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നുള്ളത് ലൂക്കോസ് പറയുന്നില്ല. യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്കാണോ പോകുന്നത്, അതോ യെരിഹോയിൽ നിന്ന് യെരുശലേമിലേക്കാണോ പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് അസ്യൂം ചെയ്യാം, അധികം സാധ്യത അവൻ യെരുശലേമിലേക്കാണ് പോകുന്നത് എന്നതിനാണ്. കാരണം യെരുശലേമിലേക്ക് പോകുന്ന ഒരു വഴിക്ക് ഇയാളെങ്ങാനും ഈ മരിക്കാൻ കിടക്കുന്ന ആളെ തൊട്ടിട്ട് ആ ആൾ മരിച്ചു പോയെന്ന് വിചാരിക്കാം, എന്നാൽ ഇയാളുടെ യെരുശലേമിലേക്കുള്ള യാത്ര മുടങ്ങിപ്പോകും. എന്ന് വെച്ചാൽ ഇയാൾ 7 ദിവസത്തേക്ക് അശുദ്ധനാവും. പിന്നെ യെരുശലേമിൽ പോയാലും ഇയാൾക്ക് ആരാധിക്കാനായിട്ട് പറ്റൂല. അപ്പോൾ ആ പുരോഹിതൻ ഒരുപക്ഷെ ആ എതിർദിശയിലായിരിക്കും പോകുന്നത്, ആയിരിക്കാം. അത് വ്യക്തമായിട്ട് ലൂക്കോസ് പറയുന്നില്ല. അപ്പോൾ ആ എതിർദിശയിൽ ആ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ഈ മരിക്കാൻ കിടക്കുന്ന അവൻ്റെ സഹോദരനായിരിക്കുന്ന, അയൽക്കാരനായിരിക്കുന്ന, കൂട്ടുകാരനായിരിക്കുന്ന യഹൂദനെ അവൻ കാണണം. മുറിവേറ്റ് കിടക്കുന്ന, അർദ്ധപ്രാണനായി കിടക്കുന്ന. പക്ഷെ അവനോട് ദയ കാണിച്ചില്ല. കാരണം എന്താണ്? ഇപ്പോൾ ഇയാളെങ്ങാനും തൊട്ടിട്ട് ഇയാൾ മരിച്ചു പോയാൽ, മരിച്ച ഒരു വ്യക്തിയെ ഞാൻ തൊട്ടെന്നാവും. അങ്ങനെ വന്നാൽ എനിക്ക് ആരാധനാലയത്തിൽ പോയി ആരാധിക്കാൻ പറ്റില്ല, ഞാൻ അശുദ്ധനായി പോകും. അതുകൊണ്ടായിരിക്കാം, അപ്പോൾ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഒരു രീതി ചിന്തിച്ചാൽ, അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തിയെ ആ പുരോഹിതൻ തൊടാതെ മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും വന്നു. ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് ഇവിടെ പോയിന്റ് എംഫസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവ് ആ പറയുന്നത് എന്ന് വെച്ചാൽ യഹൂദന്മാർ ദയ കാണിക്കുന്നില്ല മറ്റ് യഹൂദന്മാരോട് എന്നുള്ളത് കർത്താവ് ഇവിടെ ഉറപ്പിക്കുകയാണ്, എംഫസൈസ് ചെയ്യാണ്. കർത്താവ് പറയുക അങ്ങനെ തന്നെ ഒരു ലേവ്യനും വന്നു. ലേവ്യൻ എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ദൈവാലയത്തിൽ. ആ ദൈവാലയത്തിൽ വർക്ക് ചെയ്യുന്ന, ദൈവാലയത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന, ന്യായപ്രമാണം നന്നായി പഠിച്ചിട്ടുള്ള, നന്നായി അറിയുന്ന, മറ്റുള്ളവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ലേവ്യൻ അതിലേ വന്നു. പക്ഷേ ആ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അയാളും ചെയ്തില്ല. അയാളും അവനെ പോലെ തന്നെ അവൻ്റെ അയൽക്കാരനായിരിക്കുന്ന വ്യക്തിയെ സ്നേഹിച്ചില്ല. അവനെന്ത് ചെയ്തു? ഞാനെങ്ങാനും അശുദ്ധനായി പോയാൽ എനിക്ക് പുരോഹിതനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റാതാവില്ലേ? അയാൾ മാറി കടന്നുപോയി. കർത്താവ് എംഫസൈസ് ചെയ്യണം. യഹൂദന്മാരുടെ ഹൃദയ കാഠിന്യം കർത്താവ് എടുത്തു കാണിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ, അയാൾ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോവാണ്. ആ വ്യക്തിയെ മറ്റുള്ളവർ വന്ന് അടിച്ച് തകർത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും അവനോടൊരു കരുണ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെ ഈ അവിടെ കേട്ടിരിക്കുന്ന ആൾക്കാരുടെ മനോഭാവം ഒന്ന് ചിന്തിച്ച് നോക്കി. എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത്? ഇങ്ങനെ ആ വഴിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ വരുമോ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ന്യായശാസ്ത്രിക്ക് നന്നായിട്ടറിയാം എന്താ കർത്താവ് പറയുന്നത്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിശദീകരിച്ചാൽ. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. ആരും പ്രതീക്ഷിക്കാത്ത, യഹൂദന്മാർ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും പ്രതീക്ഷിക്കാത്ത ഒരു കക്ഷിയാണ് ഈ ശമര്യക്കാരൻ. ഈ സ്റ്റോറിയിലെ അവൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ശമര്യക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? യഹൂദന്മാരുടെ ശത്രുക്കളാണ്. യഹൂദന്മാർ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അവർ ദൈവാലയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് പാര പണിത ആൾക്കാരാണ് ഈ ശമര്യക്കാർ. മാത്രമല്ല, ശമര്യക്കാർക്ക് വേറെ സ്ഥലമുണ്ട് ആരാധിക്കാൻ. യഹൂദന്മാർ യെരുശലേം എന്ന് പറയുന്ന കുന്നിൽ ആരാധിക്കുമ്പോൾ അവർ സൂഖാർ എന്ന് പറയുന്ന മലയിൽ പോയിട്ട് ആരാധിക്കുന്നു. എന്നിട്ട് അവർ പറയാണ് ഈ മലയിലാണ് ആരാധിക്കേണ്ടത്, മൗണ്ട് ഗെരിസിം, അവിടെയാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ആരാധനയ്ക്ക് പാരലൽ സ്ഥലമുണ്ട്. അവർ പറയുന്നു ഞങ്ങളാണ് കറക്റ്റായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന, യഹൂദന്മാരല്ല. ഞങ്ങളാണ് യാക്കോബിൻ്റെ യഥാർത്ഥ മക്കൾ, യഹൂദന്മാരല്ല. അവർ ദാവീദിൻ്റെ കുലത്തെ, യഹൂദ കുലത്തെ അവർ അംഗീകരിക്കുന്നില്ല. അവർ യാക്കോബിൻ്റെ മറ്റ് 11 മൂത്ത മക്കളുണ്ടല്ലോ, നമ്മുടെ യഹൂദയും ബെന്യാമിനും കൂടാതെയുള്ള അവരെല്ലാവരും കൂടെയുള്ള ആ ഒരു ഗ്രൂപ്പാണ് ശമര്യക്കാരായിട്ട് പിന്നീട് മാറുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ന്യായപ്രമാണമുണ്ട്. അവരുടെ അടുത്ത് വേറൊരു ന്യായപ്രമാണത്തിൻ്റെ കോപ്പി ഉണ്ട്, മോശയുടെ തന്നെ ന്യായപ്രമാണമാണ് അതും. ആ ന്യായപ്രമാണമാണ് കറക്റ്റ്, യഹൂദന്മാരുടെ കയ്യിലുള്ള ന്യായപ്രമാണം അല്ല കറക്റ്റ്. അപ്പം വേറെ ആരാധനാ സ്ഥലമുണ്ട്, വേറെ ആരാധനാ ശൈലിയുണ്ട്, വേറൊരു പ്രമാണം തന്നെ ഉണ്ട് അവർക്ക്. വേറെ രീതിയിലാണ് അവർ ഈ പ്രമാണത്തെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജാതി, അവരെ യഹൂദന്മാർ കാണുന്നത് ഒരിക്കലും വരാനിരിക്കുന്ന രാജ്യത്തിൽ ഉണ്ടാവാത്ത ആൾക്കാരായിട്ടാണ്. ഒരിക്കലും വരാനിരിക്കുന്ന രാജ്യത്തിൽ ഉണ്ടാവാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഒന്ന് യഹൂദന്മാരുടെ ഇടയിൽ സ്ത്രീകൾ, വികലാംഗർ, പിന്നെ ആരാണ്? കുഷ്ഠരോഗികൾ. ഇവർക്ക് ആർക്കും പൂർണ്ണ അംഗത്വം കിട്ടൂല. ദൈവം ദയ കാണിച്ചാൽ മാത്രമേ സ്ത്രീകൾക്കും അവിടേക്ക് കിടക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ
ഒരിക്കലും വരാനിരിക്കുന്ന രാജ്യത്ത് ഉറപ്പിക്കാനായിട്ട് സാധിക്കാത്ത വേറൊരു കൂട്ടം ആൾക്കാരാണ് അവരുടെ ഇടയിലുള്ള ചുങ്കക്കാർ, പാപികൾ, സിനഗോഗിൽ നിന്ന് മെമ്പർഷിപ്പ് നിഷേധിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട ആളുകൾ. അതും കഴിഞ്ഞാണ് ആരുടെ സ്ഥാനം? ശമര്യക്കാർ. അതും കഴിഞ്ഞാണ് അന്യജാതിക്കാർ. അപ്പം അവർ വിശുദ്ധി വ്യാഖ്യാനിക്കുമ്പോൾ ഏറ്റവും വിശുദ്ധി ഉള്ളത് ദൈവം കഴിഞ്ഞാൽ പുരോഹിതന്മാർ കഴിഞ്ഞാൽ പിന്നെ പരീശന്മാർ, ശാസ്ത്രിമാർ, അതും കഴിഞ്ഞാൽ പിന്നെ യഹൂദ പുരുഷന്മാർ, അതും കഴിഞ്ഞാലാണ് പിന്നെ ബാക്കിയുള്ള ആളുകൾ. ഏറ്റവും പുറത്താണ് ശമര്യക്കാർ. അങ്ങനെയുള്ള ഒരു വ്യക്തി, വരാനിരിക്കുന്ന രാജ്യത്തിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തിയെ കർത്താവിൻ്റെ സ്റ്റോറിയിൽ ഒരു ഹീറോ ആക്കണം. പക്ഷേ ഇന്ത്യക്കാരെ പറ്റി, ഇന്ത്യയുടെ കാര്യങ്ങളെ പറ്റി ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പാകിസ്ഥാനിയെ നമ്മൾ ഹീറോ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അവർക്ക് തോന്നുന്നത്. അവിടെയുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അത്. കർത്താവ് പറയാണ്, ഒരു ശമര്യക്കാരൻ, അങ്ങനെയുള്ള ഒരു വ്യക്തി ആ യഹൂദനോട് ഒരു കരുണ അയാൾ കാണിക്കേണ്ട ആവശ്യമില്ല. വേറെ ജാതിയാണ്, വേറെ ടൈപ്പ് ആളുകളാണ്. ഇപ്പം ഈ യഹൂദന് തെറ്റായ രീതി ആരാധിക്കുന്നത് കൊണ്ട് അവന് വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൻ മരിക്കട്ടെ എന്ന് വിചാരിച്ച് പോകേണ്ട ആളാണ്. അവനാണ് ആദ്യം അവനെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ആൾ. പക്ഷെ ആ മനുഷ്യന് ഈ മനുഷ്യനോട് ദയ തോന്നി. ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു. അപ്പം അന്ന് ബെറ്റഡീനൊന്നുമില്ല. അപ്പം എണ്ണയും വീഞ്ഞും ഒക്കെയാണ് ഇവർ മുറിവ് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി. അപ്പം അന്നെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ മാതിരി ഇപ്പോൾ വലിയ വലിയ കാറുകളൊന്നും ആളുകൾക്കില്ല. അവൻ്റെ വാഹനം എന്ന് പറഞ്ഞാൽ കഴുതയാണ്. ആ കഴുതനെ മുകളിൽ കയറ്റി വഴി അമ്പലത്തിലേക്ക് കൊണ്ടുചെന്നു. അപ്പം അന്ന് ആശുപത്രിയൊന്നുമില്ല. നമുക്കിന്ന് മിംസ്, മെട്രോ, BMH ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ കോഴിക്കോട്. അതുപോലത്തെ വലിയ ആശുപത്രിയൊന്നുമില്ല. അവിടെ ഒരു ഇന്നാണ്, അവിടുത്തെ ഇൻകീപ്പറാണ് ഇയാളുടെ ഡോക്ടർ, സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ആ സ്പെഷ്യലിസ്റ്റിൻ്റെ കയ്യിൽ ഇയാളെ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് പറയാണ്, ഇയാളുടെ ചിലവൊക്കെ ഞാൻ എടുത്തോളാം. ഇപ്പോൾ ഇതുവരെ ആയ ചിലവ് ഒരു 2 വെള്ളിക്കാശ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത്. അപ്പം ഈ ശമര്യക്കാരൻ യെരുശലേമിലേക്കല്ല പോകുന്നത്. ഈ ശമര്യക്കാരൻ ദൈവത്തെ ആരാധിക്കാനല്ല പോകുന്നത്. ഈ ശമര്യക്കാരൻ വേറെ ഏതോ വഴിക്കാണ് പോകുന്നത്. ആ വഴി അവൻ വന്നു, അത്രേ ഉള്ളൂ. അപ്പം യേശു ക്രിസ്തു തന്നെ യെരുശലേമിലേക്ക് പോകുന്ന സമയത്ത് ശമര്യയിൽ കൂടെ അവൻ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ പോകുമ്പോൾ അവൻ യെരിഹോയിലെത്തി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ ലൂക്കോസ് സുവിശേഷം 17 അധ്യായത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 16, 17, 18, 19 ആ പറയുന്ന സ്ഥലങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. കർത്താവ് ഇതേമാതിരി പോകുന്നുണ്ട്. ശമര്യയിൽ കൂടെ പോകുന്നു, പിന്നെ യെരിഹോയിലെത്തുന്നു. അതിനൊക്കെ പാരലൽസ് ഉണ്ട് ലൂക്കോസിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യഹൂദനായ മനുഷ്യൻ അവിടെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് യഹൂദന്മാരായിരിക്കുന്നവർ അവനോട് കരുണ കാണിച്ചില്ല. എന്നാൽ അതുവഴി വേറെ എവിടെയൊക്കെയോ പോകുന്ന ശമര്യ വഴിയും യെരുശലേമിലേക്ക് പോവാം, വേറെ വഴിയുണ്ട്. അത് ടച്ച് ചെയ്യാതെ പോകാനുള്ള വഴിയുണ്ട് യഹൂദന്മാർക്ക് യെരുശലേമിലേക്ക് പോകാൻ. അപ്പോൾ ഇയാൾ ചിലപ്പോൾ ആ വഴിക്ക് വരുന്നവനായിരിക്കും. ശമര്യയിൽ കൂടെ വന്ന് യെരിഹോ ടച്ച് ചെയ്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വ്യക്തിയായിരിക്കും. ആ ശമര്യക്കാരനായിരിക്കുന്ന വ്യക്തിക്ക് ഇയാളെ സഹായിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അയാൾക്ക് ഇയാളെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നി. അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി തൻ്റെ വാഹനത്തിൽ കയറ്റി അവനെ കൊണ്ടുപോയി സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ച് 2 വെള്ളിക്കാശും കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ബാക്കിയുള്ളതും കൂടെ തരാം എന്നും പറഞ്ഞ് അവിടുന്ന് പോയി. ആ കർത്താവ് ഈ സ്റ്റോറി പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു പഞ്ച് ലൈൻ ഉണ്ടെന്ന്. അപ്പോൾ എന്താണ് ഈ പഞ്ച് ലൈൻ എന്ന് പറയുന്നത്? ആ പഞ്ച് ലൈനാണ് അവസാനത്തെ ലൈന്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു. കർത്താവ് ഈ യഹൂദനായിരിക്കുന്ന
ന്യായപ്രമാണം പഠിച്ചിരിക്കുന്ന, ന്യായശാസ്ത്രിയായിരിക്കുന്ന, ന്യായപ്രമാണം അനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാനും ആ നിയമങ്ങൾ അറിഞ്ഞ് തെറ്റിച്ച അവരെ യഹൂദ സമുദായത്തിൽ നിന്ന്, സിനഗോഗിൽ നിന്ന് പുറത്താക്കാനുമുള്ള അധികാരമുള്ള ഒരു വ്യക്തിയോട് പറയുകയാണ്, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ആ യഹൂദനായ മനുഷ്യന് ഈ 3 പേരിൽ ഏവൻ കൂട്ടുകാരനായി അഥവാ നല്ല അയൽക്കാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഹൃദയത്തിലേക്ക് എന്താ പറയുന്നത്, അവൻ്റെ കഠിനപ്പെട്ട ഹൃദയത്തിലേക്ക് ഒരു ആണി കയറ്റുന്ന പോലെ അത് അകത്തോട്ട് അതുപോലെ അത് കൊള്ളും. എന്നുവെച്ചാൽ നിന്നെപ്പോലെയുള്ള, എന്നെപ്പോലെയുള്ള ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ അവിടെ ചാവാൻ കിടക്കുമ്പോൾ നിന്നെപ്പോലെയോ എന്നെപ്പോലെയോ നമ്മളെപ്പോലെയുള്ള ഒരാൾ വന്നു, അയാൾ സഹായിച്ചില്ല. നമ്മളെപ്പോലെ വേറൊരാൾ വന്നു, അയാളും സഹായിച്ചില്ല. നമ്മൾ ശത്രുവായി കാണുന്ന പാകിസ്ഥാനിയെ പോലുള്ള ഒരാൾ വന്നിട്ട് അയാളെ സഹായിച്ചു എന്ന് മാത്രമല്ല, ഇനി എന്തെങ്കിലും ആക്കി സഹായം വേണമെങ്കിൽ അതും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ 3 പേരിൽ ആ വ്യക്തിക്ക് കൂട്ടുകാരനായി തീർന്നതാരാണ്? എന്നാലും ആ മനുഷ്യന്, ആ യഹൂദൻ ആയ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ന്യായശാസ്ത്രിയായ മനുഷ്യന് ശമര്യക്കാരൻ എന്ന് പറയാൻ വയ്യ. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനി രക്ഷിച്ചു എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന മാതിരി അവർക്കും ഒരു ശമര്യക്കാരൻ രക്ഷിച്ചു എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞെന്താണ്? അവനോട് കരുണ കാണിച്ചവൻ തന്നെ എന്ന് പറഞ്ഞു. ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ചമ്മിപ്പോയി. അവനോട് കരുണ കാണിച്ചവൻ തന്നെ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ കർത്താവ് പിന്നെ അവനെ നോക്കിയിട്ട് അവനോട് പറയാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എന്ന് വെച്ചാൽ നീ യഹൂദനാണ്, നീ ന്യായപ്രമാണം പഠിച്ച വ്യക്തിയാണ്, നീ ന്യായപ്രമാണത്തെ നന്നായി ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന, അതിനെ നന്നായി മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിവുള്ള വ്യക്തിയാണ്, നീ ഒരു ഉപദേഷ്ടാവാണ്, നീ ഒരു യഹൂദനാണ്, നീ ഒരു പുരുഷനാണ്, നീ ഒരു ഉപദേഷ്ടാവാണ്, നിനക്ക് നല്ലൊരു സ്ഥാനമുണ്ട്. നിനക്ക് വേണമെങ്കിൽ യഹൂദന്മാരുടെ ആലയത്തിൽ നിന്ന് അനുസരിക്കാത്തവരെ പുറത്താക്കാനുള്ള കഴിവുണ്ട്, അനുസരിക്കുന്നവർക്ക് ഡബിൾ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള നീ ഇപ്പോഴും നിത്യജീവൻ ഉറപ്പിച്ചിട്ടില്ല. നിന്റെ വിചാരം എന്താണ്? നീ നിത്യജീവൻ ഉറപ്പിച്ചിരിക്കുകയാണെന്നാണ് നിന്റെ വിചാരം. വരാനിരിക്കുന്ന രാജ്യത്തിൽ ഞാൻ എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നിന്നെ തന്നെ നീതീകരിക്കാൻ വേണ്ടിയാണ് നീ എന്നോട് ചോദിക്കുന്നത്, എൻ്റെ അയൽക്കാരനാര്, എൻ്റെ കൂട്ടുകാരനാര്, ഞാൻ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ കർത്താവ് ആ മനുഷ്യനോട് പറയുകയാണ്, നീ വായിച്ചതൊക്കെ ശരിയാണ്, നീ ഇൻ്റർപ്രറ്റ് ചെയ്തതൊക്കെ ശരിയാണ്, നീ പഠിപ്പിക്കുന്നതും ശരിയാണ്. പക്ഷെ നീ അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ, നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അത് കാണിക്കാൻ വേണ്ടി കർത്താവ് ഇയാളെക്കാളും സ്ഥാനം കൂടിയ ആൾക്കാരാണ് ഈ പുരോഹിതനും ലേവ്യനും. പുരോഹിതൻ ചെയ്തില്ല, ലേവ്യൻ ചെയ്തില്ല, അവ സ്ഥാനം കൊണ്ട് രക്ഷപ്പെടൂല എന്നാണ് കർത്താവ് പറഞ്ഞത്. മനസ്സിലായോ? എന്നെ കേൾക്കുന്ന ചിലർക്കുള്ള ഒരു ദൂതാണിത്. സ്ഥാനം കൊണ്ട്, കുടുംബ പേര് കൊണ്ട്, കുടുംബമഹികം കൊണ്ട് അവിടെ നമ്മൾ പള്ളിയിൽ ഒരുപാട് സേവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. ഈ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ തന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറയുന്ന, മറ്റുള്ളവരുടെ ദയ കാണിക്കുക എന്ന് പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ ഉള്ളൂ. ആ വരാനിരിക്കുന്ന രാജ്യത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? സ്നേഹം എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്നവരാ, സ്നേഹിക്കുന്നവരാ, കരുണ കാണിക്കുന്നവരാ, ദയ കാണിക്കുന്നവരാ, മനസ്സലിവ് തോന്നുന്നവരാ. കഷ്ടത്തിലൊരാളിരിക്കുമ്പോൾ അയാളെ വിധിക്കുകയോ അയാളെ കുറ്റം പറയുകയോ അയാളെ കളിയാക്കുകയോ അയാളെ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവരല്ല അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്താ? ഒരാൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, നഷ്ടത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുന്ന, സഹായിക്കുന്ന, നല്ല മനസ്സുള്ള, കഠിന ഹൃദയമില്ലാത്ത, സ്നേഹം നിറഞ്ഞ വ്യക്തികളാണ് അവിടെ ഉണ്ടാവുക, വരാനിരിക്കുന്ന രാജ്യത്തിലുണ്ടാവുക. അപ്പോൾ ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ നീയും കൂടെ ഉണ്ടാവണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്നെക്കാളും കഴിവുള്ള, നിന്നെക്കാളും പൊസിഷനുള്ള, അധികാരമുള്ള പുരോഹിതൻ ഈ സ്റ്റോറിയിൽ ചെയ്യാത്ത കാര്യം, ലേവ്യൻ ഈ സ്റ്റോറിയിൽ ചെയ്യാത്ത കാര്യം, മറ്റുള്ളവരോട് ദയ കാണിക്കുക എന്ന് പറഞ്ഞ കാര്യം നീ ചെയ്യണം എന്നാണ് കർത്താവ് ഈ വ്യക്തിയോട്, ഈ ന്യായശാസ്ത്രിയോട് പറയുന്നത്.
ഞാൻ പറഞ്ഞില്ല, ഈ പാരബിൾ എന്ന് പറയുന്ന സ്റ്റോറിയുടെ പോയിന്റ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന സ്റ്റോറിക്കകത്ത് തന്നെ ഉണ്ടെന്നാണ്. ഇപ്പം ഞാൻ സംസാരിച്ചത് പല കാര്യങ്ങളും സ്റ്റോറിക്കകത്തുള്ള കാര്യങ്ങളാണ്. പക്ഷെ പോയിന്റ് സ്റ്റോറിക്കകത്തല്ല, സ്റ്റോറീൻ്റെ പുറത്താണ്. ഇറ്റ് ഈസ് ബിസൈഡ് ദ പാരബിൾ എന്ന് വെച്ചാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ, അതിൻ്റെ ചുറ്റുപാടിൽ നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത് ഈ വ്യക്തിയോടുള്ള ബന്ധത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൻ്റെ മുൻപേയും അതിൻ്റെ ശേഷമുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ, ഇതിനെക്കുറിച്ച് ഞാനൊരു പേപ്പർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പോയി വായിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയ, അത് കുറച്ച് ഒരു അക്കാഡമിക് പേപ്പറാണ്, അത് കുറച്ച് ഡീപ്പായിട്ടുള്ള ആശയങ്ങളൊക്കെ അതിനകത്തുണ്ട്. വായിക്കുന്നത് നല്ലതായിരിക്കും, ഇംഗ്ലീഷിലാണ്. അത് നിങ്ങൾ വായിച്ചാൽ ആ കോണ്ടെക്സ്റ്റ് ഒക്കെ അതിൽ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഞാൻ ഈ ഒരു കൺക്ലൂഷനിൽ എത്തിയെന്നുള്ളത്. അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ന്യായശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ പരീക്ഷിക്കുന്നു, അത് ശരിയാണ്. പക്ഷേ അവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ യേശു എതിർക്കുന്നുണ്ട്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ പള്ളിയിൽ കൃത്യമായിട്ട് വരുന്ന, കരമടയ്ക്കുന്ന, മാത്രമല്ല മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, കരുതുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ, അവർ ചുങ്കക്കാരോ പാപികളോ ആയിട്ടുള്ള ആളുകളെ കൂടെ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ, എന്നുവെച്ചാൽ അവരോട് പോയി കൂട്ടായ്മ ആചരിച്ചാൽ, എന്ന് വെച്ചാൽ ഇവർ പള്ളിയിൽ നിന്ന് പുറത്താക്കിയ ആൾക്കാരെ കൂടെ പോയിട്ട് ഏതെങ്കിലും യഹൂദന്മാർ കൂട്ടായ്മ ആചരിച്ചാൽ ഈ ന്യായശാസ്ത്രിമാരും പ്രമാണികളും എന്താ ചെയ്യാന്നറിയും? അവരവരുടെ മെമ്പർഷിപ്പ് റദ്ദാക്കും, അവരെ അവരുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾ വരാനിരിക്കുന്ന രാജ്യത്തിൽ കാണുകയില്ല, കാരണം നിങ്ങൾ ചുങ്കക്കാരുടെ കൂടെ, പാപികളായിരിക്കുന്ന വ്യക്തികളെ കൂടെ നിങ്ങൾ പോയി ആഹാരം കഴിച്ചു. ഇതേ ചാർജ് യേശുവിനെതിരെ അവർ കൊണ്ടിരുന്നുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സക്കായുടെ വീട്ടിൽ പോയി ആഹാരം കഴിക്കാൻ പോകുന്ന സമയത്ത്, സക്കായി ഒരു ചുങ്കക്കാരനാണ്. അപ്പോൾ യഹൂദന്മാർ പറയുന്നുണ്ട് ഇയാളൊരു പാപീൻ്റെ വീട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കുന്നു. പിന്നെ കുറച്ച് മുന്നോട്ട് വായിക്കുമ്പം അവനെ പള്ളി പ്രശ്നനാക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ നോക്കിയാൽ അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു കുരുടനായൊരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അവരുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കിയ ആളുകളുമായിട്ട് ആരെങ്കിലും പോയി കൂട്ടായ്മ കാണിച്ചാൽ ആ വ്യക്തികളെയും കൂടെ സിനഗോഗിൽ നിന്ന് ഈ ന്യായശാസ്ത്രി പോലുള്ള ആൾക്കാർ പുറത്താക്കും. അപ്പോൾ അവിടുത്തെ ഐഡിയ എന്താണ്, കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ന്യായശാസ്ത്രിമാരും പരീശന്മാരും വിശ്വസിക്കുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷേ ഇവർ വിശ്വസിക്കുന്നത് ഇവരൊരു മശിയായെ കാത്തിരിക്കുകയാണ്. കർത്താവ് വരും, ദൈവം അവരുടെ യഹൂദന്മാരുടെ ആലയത്തിലേക്ക് തിരിച്ചു വരും. ആ തിരിച്ചു വന്നിട്ട് കർത്താവ് ഇവരെ റോമൻ ആധിപത്യത്തിൽ നിന്ന്, ദൈവം ഇവരെ റോമൻ ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കും. ആ പറയുന്ന കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ന്യായപ്രമാണം വളരെ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. പാലിച്ചാൽ മാത്രം പോരാ, അവരുടെ മുഴുവൻ സമുദായത്തെ കൊണ്ടും അവർ പാലിപ്പിക്കുകയും കൂടെ ചെയ്യണം. കാരണം ന്യായപ്രമാണം പാലിക്കാത്തത് കൊണ്ടാണ് ആദ്യം ദൈവം ഇവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രാജാക്കന്മാരുടെ കൂടെ കൂട്ടായ്മ ആചരിക്കുകയും അവർക്ക് കരം കൊടുക്കുകയും അവരുമായിട്ട് സന്ധിക്ക് പോവുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ യഹൂദന്മാരെ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ശിക്ഷിച്ചത്. അവർ ന്യായപ്രമാണത്തിൻ്റെ ആദ്യത്തെ ചില കൽപ്പനകളുണ്ട്. ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ശബത്തിൻ്റെ ദിവസം ദൈവിക ആരാധന അല്ലാതെ വേറെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, പിന്നെ മറ്റുള്ളവരെ മാതാപിതാക്കളെ ആദരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കൽപ്പനകളുണ്ട്, ആദ്യത്തെ ചില കൽപ്പനകളുണ്ട്. ദൈവത്തിൻ്റെ നാമം വൃഥമായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ പറയുന്ന കൽപ്പനകൾ, ദൈവത്തിൻ്റെ ഭാഗത്തുള്ള, ദൈവത്തിൻ്റെ സൈഡിലുള്ള ആ കൽപ്പനകൾ, അത് അവർ അനുസരിക്കാത്തത് കൊണ്ടാണ് ദൈവം യഹൂദന്മാരെ പഴയ നിയമ കാലഘട്ടത്തിൽ ശിക്ഷിച്ച് പ്രവാസത്തിലേക്ക് വിട്ടത്. അപ്പോൾ പ്രവാസത്തിൻ്റെ കാരണം അതാണെങ്കിൽ, ദൈവം ഇനി ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ച് ഇവരുടെ അടുക്കലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, അവർ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവാലയത്തിൽ നിന്ന് പോയത്. അതുകൊണ്ടാണ് മറ്റ് ജാതികൾക്ക് അവരെ ആക്രമിക്കാനും കീഴടക്കാനും
പിന്നീട് അവരെ പ്രവാസത്തിലേക്ക് അയക്കാനും സാധിച്ചത്. അപ്പോൾ അവരിനി ദൈവത്തെ ശരിക്കും അനുസരിക്കുകയാണെങ്കിൽ, ന്യായപ്രമാണത്തെ ശരിക്കും അനുസരിക്കുകയാണെങ്കിൽ ദൈവം തിരിച്ചിറങ്ങി വരും. അതേമാതിരി ദൈവത്തിൻ്റെ സാന്നിധ്യം യഹൂദന്മാരുടെ ആലയത്തിലേക്ക് വരും എന്നാണ് ഈ ന്യായശാസ്ത്രിമാരും പരീശന്മാരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സാന്നിധ്യം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, നല്ല മനസ്സുള്ളത് കൊണ്ടാണ് അവർ വാസ്തവത്തിൽ ഈ കൽപ്പനകളൊക്കെ ശരിക്കും അതേപടി അനുസരിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആരെങ്കിലും ഇത് അനുസരിക്കാതിരുന്നാൽ അവരുടെ സിനഗോഗിൽ നിന്ന് അവരെ പുറത്താക്കും. അപ്പോൾ അങ്ങനെ അനുസരിക്കാതിരിക്കുന്ന ഒരു വിഭാഗമാണ് പാപികൾ എന്ന് പറഞ്ഞാൽ. ഈ പാപികൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്നത്. ചുങ്കക്കാരെന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട്. ഈ ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ യഹൂദനായിരിക്കെ യഹൂദന്മാരെ ഇപ്പോൾ കീഴ്പ്പെടുത്തി അടിമയാക്കി വെച്ചിരിക്കുന്ന അന്യജാതി ആയിരിക്കുന്ന റോമക്കാർക്ക് വേണ്ടി യഹൂദന്മാരിൽ നിന്ന് തന്നെ കരം പിരിച്ച് കൊടുക്കുന്ന വ്യക്തികളാണ്. രാജ്യദ്രോഹികൾ എന്നാണ് ഈ ചുങ്കക്കാരെ പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ യഹൂദന്മാർ ആഗ്രഹിക്കുന്നത് ഈ റോമൻ ആധിപത്യത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്നിട്ട് ഇവരെ രക്ഷിക്കണം. മിസ്രൈമിൽ നിന്ന് പണ്ട് രക്ഷിച്ചത് മാതിരി ദൈവം തിരിച്ചു മടങ്ങി വന്നിട്ട് ദൈവം റോമൻ അധികാരത്തിൽ നിന്ന് യഹൂദന്മാരെ രക്ഷിച്ച് അവരെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി തീർക്കണമെന്നാണ് യഹൂദന്മാരെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ റോമക്കാരെ സേവിക്കുകയാണ് ചുങ്കക്കാർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ചുങ്കക്കാർ ഭയങ്കര ദ്രവ്യാഗ്രഹികളാണ്. വരാനിരിക്കുന്ന രാജ്യത്തിൽ എനിക്ക് സ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പൈസ വേണം. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ എനിക്ക് പൈസ വേണം. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ, അത്രയും ദ്രവ്യാഗ്രഹം മൂത്തിട്ട് അവരുടെ ആളുകളെല്ലാം എൻ്റെ ശത്രുക്കളായി തീർന്നാലും, എൻ്റെ ആളുകളൊക്കെ എൻ്റെ ശത്രുക്കളായി തീർന്നാലും കുഴപ്പമില്ല, എനിക്ക് പൈസ കിട്ടണം. റോമൻ അധികാരികൾ എനിക്ക് പൈസ തരും, ഞാൻ അവരെ സേവിച്ചാൽ. അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളാണ് ചുങ്കം പിരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചുങ്കക്കാരെയും യഹൂദന്മാർ അവരുടെ സിനഗോഗിലെ അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കി. രാജ്യദ്രോഹികളാണ്, നിങ്ങൾ യഹൂദനായിരിക്കെ നമ്മുടെ ശത്രുവായിരിക്കുന്ന, നമ്മളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന, നമ്മളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന റോമിനെ നിങ്ങൾ സേവിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരെയും പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ ചുങ്കക്കാർ ചെയ്യുന്ന കുറ്റത്തെ ഇവർ പറയുന്നത് രാജ്യദ്രോഹം എന്നാണ്. ആ വ്യഭിചാരികൾ ചെയ്യുന്ന കുറ്റത്തെ ആ വ്യഭിചാരം കാരണം അവർ പാപികളെന്ന് ലേബൽ ചെയ്തിട്ട് അവരെയും പുറത്താക്കി. അപ്പം ഇനി അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചുങ്കക്കാർ അവരുടെ ചുങ്കവും കൊണ്ടൊക്കെ പോകുമ്പോൾ അവർ പിന്നെ കൂട്ടായ്മ ആചരിക്കുന്നത് ആരെ കൂടെയാണ്? റോമക്കാരെ കൂടെയാണ്. അവരൊക്കെ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരായി റോമക്കാർ. ഈ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ആൾക്കാരെ കൂടെ ഇരുന്ന് ഇവർ ഭക്ഷണം കഴിക്കും. അങ്ങനെ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ആൾക്കാരെ കൂടെ കൂട്ടായ്മ ആചരിക്കുന്ന ആ വ്യക്തികളെ കൂടെ ഏതെങ്കിലും യഹൂദ പുരുഷന്മാർ പോയി, അത് യേശു ആകട്ടെ, ഏതെങ്കിലും റബി ആകട്ടെ, ഏതെങ്കിലും പരീശനാകട്ടെ, പോയി ആഹാരം കഴിക്കുകയാണെങ്കിൽ അവനും അവരുടെ പാപത്തിൽ പങ്കിടുകയാണ്, ഷെയർ ചെയ്യുകയാണ് എന്നാണ് ശാസ്ത്രിമാരും പരീശന്മാരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെയും ഇവരെന്ത് ചെയ്യുന്നു? അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പോൾ കർത്താവ് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ കർത്താവ് ഈ ന്യായപ്രമാണം ഈ ന്യായപ്രമാണം ഉപദേശിക്കുന്ന വ്യക്തിയോട് പറയുന്നത് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സിനഗോഗിൽ നിന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവിക കൽപ്പനകളിൽ നിന്ന്, വരാനിരിക്കുന്ന രാജ്യത്തു നിന്ന് ആൾക്കാരെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ പുറത്തായ ആളുകളാണ് ഈ ചുങ്കക്കാർ, ഈ പാപികൾ. അവരെയൊക്കെ തിരഞ്ഞ് രക്ഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കർത്താവ് എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന ആളുകൾക്ക് ഒരു അവസരം കൂടെ കൊടുക്കുകയാണ്. അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയാണ്. അവർ മാനസാന്തരപ്പെട്ട് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായി ഇപ്പോൾ ചുങ്കം പിരിക്കുന്നില്ല. ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന സക്കായി ഇനി മുന്നോട്ട് വരുമ്പോൾ ചുങ്കം പിരിക്കാൻ പോകുന്നില്ല. അവൻ തിരിച്ച് യഹൂദ സമുദായത്തിലേക്ക് വരികയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അവൻ തിരിച്ച് യഹൂദ സമുദായത്തിലേക്ക് കടന്നു വന്ന് നല്ല ഒരു യഹൂദനായിട്ട് ജീവിക്കുകയാണ്. അതാണ് ആര് ചെയ്യേണ്ടത്? ഈ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ന്യായശാസ്ത്രിയും പരീശന്മാരും ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് പകരം അവരുടെ മനസ്സ് കഠിനപ്പെട്ടിരിക്കുന്നതുകൊണ്ട്, അവരുടെ മനസ്സിൽ സ്നേഹം ഒട്ടും ഇല്ലാത്തതുകൊണ്ട്, ദയ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കണ്ടുപിടിച്ചിട്ട് ആളുകളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുകയാണ്. കേവലം പാപികളെ പുറത്താക്കുകയാണെങ്കിൽ കർത്താവ് അത്രയും പറയില്ലായിരുന്നു.
ചുങ്കക്കാരെ മാത്രം പുറത്താക്കിയാലും കർത്താവ് അത്രയും പറയില്ലായിരുന്നു. പക്ഷെ ചുങ്കക്കാരെ കൂടെ പോയി ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, അവർക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ, അവരുടെ കൂടെ കൂട്ടായ്മ ആചരിച്ചാൽ അവരെയും കൂടെ പുറത്താക്കുക. അത്രയും ദയയില്ലാത്തൊരവസ്ഥയാണ് യഹൂദന്മാരുടെ ഇടയിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ യഹൂദനായിരിക്കുന്ന ന്യായശാസ്ത്രി ആയിരിക്കുന്ന ന്യായപ്രമാണം നന്നായും പഠിച്ച് മനസ്സിലാക്കി അതിനെ നന്നായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, വായിക്കാൻ കഴിവുള്ള, ദൈവത്തെ ഏറ്റധികം സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നൊക്കെ മനസ്സിലാക്കിയ അങ്ങനെയുള്ള ആൾക്കാരാണ് ആ നിത്യജീവനിൽ കാണുക, ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ കാണുക എന്ന് മനസ്സിലാക്കിയ ആ വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, നിന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണ്? ഈ ന്യായപ്രമാണം പഠിപ്പിക്കുക എന്നുള്ളതാണ് നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ. ആ ന്യായപ്രമാണം ഉപദേശിക്കുക എന്നുള്ളതാണ് നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ. ആ ന്യായപ്രമാണം പഠിപ്പിച്ച്, ആ ന്യായപ്രമാണം ഉപദേശിച്ച് ഈ വ്യക്തികളെ തിരിച്ചു കൊണ്ടുവരികയാണ് നീ ചെയ്യേണ്ടിയിരുന്നത്. പകരം നീ ആ ശുശ്രൂഷ ഉപയോഗിച്ചിട്ട് ഇവരൊക്കെ സിനഗോഗിൽ നിന്നും വരാനിരിക്കുന്ന രാജ്യത്തു നിന്നും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ പാരബിളിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് പാരബിളിനകത്തല്ല, പാരബിളിൻ്റെ പുറത്താണ്. കർത്താവ് ഈ പാരബിൾ പറയുന്നത് ഈ വ്യക്തിയോടാണ്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു സമൂഹത്തെയാണ് കാണിക്കുന്നത്. ഏത് സമൂഹത്തെ? പരീശന്മാരും ശാസ്ത്രിമാരും കൂടാതെ പുരോഹിതന്മാരും ലേവ്യന്മാരും ഇവരെല്ലാം അടങ്ങുന്ന അവിടുത്തെ മതപരമായ രീതിയിലും പറയുകയാണെങ്കിൽ നല്ല ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആ സമൂഹത്തെയാണ് കർത്താവ് ഈ ഉപമ ഉപയോഗിച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. കർത്താവ് പറയുകയാണ്, നിങ്ങളെല്ലാവരും വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ യഹൂദനായിരിക്കുന്ന വ്യക്തികൾ അവർ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോവാണ്. അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി, അവൻ ചുങ്കക്കാരനായി തീർന്നു, അല്ലെങ്കിൽ അവനൊരു പാപിയായി തീർന്നു, അല്ലെങ്കിൽ അവൻ ചുങ്കക്കാരോട് കൂടെ പോയി ഭക്ഷണം കഴിക്കുന്നു, ഏതവസ്ഥയായാലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവൻ കിടക്കുമ്പോൾ അവിടെ ദുഷ്ടശക്തികൾ വന്ന് അവനെ ആക്രമിച്ച് അവൻ്റെ ഉള്ളിൽ ദ്രവ്യാഗ്രഹം കടത്തിവിട്ട്, അവൻ്റെ ഉള്ളിൽ ലസ്റ്റ് കടത്തിവിട്ട്, അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവസ്നേഹം മുഴുവനായും നശിപ്പിച്ച് അവനെ അർദ്ധപ്രാണനായിട്ട് അവിടെ ഇട്ടിരിക്കുമ്പോൾ ആ വ്യക്തിയെ കരുണ കാണിച്ച് രക്ഷിക്കുന്നതിന് പകരം നിങ്ങളെന്താ ചെയ്യുന്നത്? അവനെ പുറത്താക്കുക, അവനെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്, അവനെ ഇഗ്നോർ ചെയ്യുകയാണ്. അവൻ്റെ മുറിവുകൾ കെട്ടുന്നത് പോട്ടെ, അവനൊരു കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് അവനെ നിങ്ങൾ സിനഗോഗുകളിൽ നിന്നും നിങ്ങളുടെ പള്ളികളിൽ നിന്നും പുറത്താക്കുക. ആ കർത്താവ് ഈ വ്യക്തിയോട് പറയുന്നതെന്ന്, ഈ വ്യക്തിയോട് മാത്രമല്ല ഇയാളുടെ ആ സമൂഹത്തോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പകരം കാണിക്കേണ്ടത് ദയയാണ്. ആ യഹൂദനായ അബ്രഹാമിൻ്റെ മകനായ ദൈവം സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് നിങ്ങൾ ദയ കാണിച്ച് ആ വ്യക്തിക്ക് ഈ ന്യായപ്രമാണം ശരിയായ രീതിയിലൊന്ന് പറഞ്ഞു കൊടുത്ത് ആ വ്യക്തിയെ, കർത്താവായ യേശു ക്രിസ്തു ഇത് ഓൾറെഡി ചെയ്യുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാൽ ദൈവരാജ്യത്തിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകളിൽ കർത്താവ് പറഞ്ഞ്, കാണാതെ പോയതിനെ തിരിച്ചു കിട്ടി. ഇവരൊക്കെ കാണാതെ പോയ ആൾക്കാരാണ്. ദൈവം അവരെ ആഗ്രഹിക്കുന്നുണ്ട് സഭകളിൽ. പക്ഷേ ഈ ആളുകളുടെ പുറകെ പോകാൻ ആരുമില്ല. ഇവരെ വിധിക്കാൻ ഒരുപാട് പേരുണ്ട്, ഇവരെപ്പറ്റി കള്ളക്കഥകളുണ്ടാക്കി പ്രചരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട്, ഇവരെ ഉപദ്രവിക്കാൻ ഒരുപാട് പേരുണ്ട്, ഇവർ പിന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത നിലയിൽ ആക്കാൻ കുറേ ആളുകളുണ്ട്. ഞങ്ങൾ ഇവരെക്കാളും നീതിമാന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ കാണും എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകളോട് ദയ കാണിക്കാൻ, കരുണ കാണിക്കാൻ, ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ആരും കാണുന്നില്ല. ആ കർത്താവ് ഈ ഉപമ ആ മനുഷ്യനോടും ആ മനുഷ്യനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ആ മനുഷ്യൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ സമൂഹത്തോടും പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നീയും ആ ശമര്യക്കാരൻ ചെയ്തതുപോലെ ദയ കാണിക്കുക. നിന്നെ ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്. എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയുകയാണ്, ദൈവം നിന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്. സഭയിലുള്ളവനെ മുറിവേൽപ്പിച്ച് പുറത്താക്കാനുള്ള ശുശ്രൂഷയല്ല, സഭയിൽ ഉള്ളവനെ കുറ്റം വിധിച്ച് കുറ്റം പറഞ്ഞ് അവനെപ്പറ്റി കള്ളക്കഥ പ്രചരിപ്പിക്കാനുള്ള ശുശ്രൂഷയല്ല. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. മുറിവേറ്റ് കിടക്കുന്ന, ദൈവസഭയാൽ തള്ളപ്പെട്ട് നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട അവസ്ഥയിൽ ഈ ദൈവവുമായിട്ട് എനിക്ക് ബന്ധം ഇനി നിലനിർത്താൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന, വേദനിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കാനും അവരെ തിരിച്ച് വിളിക്കാനുമുള്ള ശുശ്രൂഷ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. അതാണ് നീ ചെയ്യേണ്ടത്. അപ്പോഴാണ് ദൈവരാജ്യം വികസിക്കുക, അപ്പോഴാണ് ദൈവം സന്തോഷിക്കുക, ദൈവദൂതന്മാരോട് കൂടെ ദൈവം സന്തോഷിക്കുക. നീയും അങ്ങനെ തന്നെ ചെയ്യുക. നീയും ഈ വ്യക്തികളോട്, ഈ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തികളോട് ദയ കാണിക്കുക.
ഇതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് പ്രകാരം പറഞ്ഞാലുള്ള മീനിങ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ചിലപ്പോൾ ദൈവവേല ചെയ്യുന്ന വ്യക്തികളായിരിക്കില്ല, നമ്മൾ ചിലപ്പോൾ ഉപദേശകന്മാരായിരിക്കില്ല, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല ഞാൻ എന്തായാലും അവിടെ കാണും, അങ്ങനെയുള്ള ആളുകളായിരിക്കില്ല നമ്മൾ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? അവിടെ ഉണ്ടായിരുന്ന മറ്റ് യഹൂദന്മാരുണ്ടായിരുന്നു, അവർക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? അവർക്കും നമുക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേഗത്തിൽ മറ്റുള്ളവരെ വിലയിരുത്തുകയും അവരെ ജഡ്ജ് ചെയ്യുകയും അവരെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരായി പ്രഖ്യാപിക്കുകയും അവരെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ്. കർത്താവ് നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ളവരായി തീരണം, കുറച്ചും കൂടെ നമ്മൾ ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, അവരെ തിരിച്ച് ചേർത്ത് പിടിക്കാനുള്ള മനസ്സുള്ളവരായി തീരണം. കർത്താവ് നമ്മളോട് പറയുന്നത് ജാതി, മതം, റേസ്, ഭാഷ ഇതൊന്നും നോക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും സഹായിക്കാനുള്ള, അവരോട് കരുണ കാണിക്കാനുള്ള, അവരോട് ദയ കാണിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിധിക്കാനും കള്ളക്കഥകൾ ഉണ്ടാക്കാനും പ്രചരിപ്പിക്കാനും ഒരാളെ ഒഴിവാക്കാനും ആർക്കും പറ്റും. പക്ഷെ ചേർത്ത് പിടിക്കാൻ, ആ വ്യക്തിയെ സഹായിക്കാൻ, ആ വ്യക്തിയെ ശുശ്രൂഷ ചെയ്യാൻ, ആ വ്യക്തിയെ രക്ഷിക്കാൻ എത്ര പേർക്ക് സാധിക്കും? അങ്ങനെയുള്ളവരാണ് ആ വരാനിരിക്കുന്ന രാജ്യത്തിലുണ്ടാവുക. ആ